ലൈവിൽ എന്തൊക്കെയാ ഈശ്വര നടക്കുന്നത്, ഇതൊന്നും കാണാനുള്ള കെൽപ്പ് ഈ പ്രേക്ഷകർക്ക് ഉണ്ടാവണേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മുടെ കപ്രീഷ്യസും ഷാനവാസും. ചിരട്ടയൊക്കെ വെച്ചിട്ട് കുക്കറിൻ്റെ പുറത്ത് കുറേ മാവ് എടുത്തിട്ട്, അതെന്തിന് വെച്ചെന്ന് മനസ്സിലാവുന്നില്ല, അല്ലാതെ തന്നെ ചിരട്ട ആ ഒരു ഹോളിനകത്ത് ഇറക്കി വെക്കാം. അപ്പോൾ അത്രയും മാവ് വേസ്റ്റായി. എന്നിട്ട് അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കണേ, കഴിഞ്ഞ വീക്കിൽ ഹാർട്ട് അറ്റാക്കിന് കാരണക്കാരനായ നെവിൻ്റെ കൂടെ നിന്നിട്ട് ഷാനവാസാണ് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത്. എന്താ സ്നേഹം! 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഷാനവാസ് ഇതെല്ലാം മറന്നോ? ഓരോ ചാനലിനകത്ത് ഷാനവാസിന് വേണ്ടി ആൾക്കാർ പ്രാർത്ഥിക്കുന്നു, സങ്കടപ്പെടുന്നു, നെവിനെ പുറത്താക്കണമെന്ന് പറയുന്നു, ആന്തോളനം ഉണ്ടാക്കുന്നു, എന്തൊക്കെയായിരുന്നു. എന്നിട്ടിപ്പോൾ ഷാനവാസിന് ഒരു പരാതിയില്ല, ഒരു പിണക്കുമില്ല, ഒന്നുമില്ല. അപ്പോഴേക്കും പെങ്ങൾ കുട്ടി ആ വഴി ഡസ്റ്റ്ബിന്നൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു, ഡസ്റ്റ്ബിന്നാണോ അതോ തുണിയെടുത്ത ബക്കറ്റാണോ എന്ന് അറിയത്തില്ല, അതുമായിട്ടൊക്കെ വന്നിട്ടിങ്ങനെ നോക്കിയാണ് എന്താണ് ഇവിടെ ഇവർ രണ്ടുപേരും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ എല്ലാം ഒന്ന് നോക്കി കണ്ടു. അത് നോക്കുന്നെങ്കിലും ആദില മനസ്സിലിങ്ങനെ പറയുമായിരിക്കും, ഇന്നിനി എന്തോ ഉണ്ടാക്കി തരുന്നതെന്ന് ദൈവത്തിനറിയാം. ഇന്നലെ നീ ഉണ്ടാക്കിയത് വായി വെച്ച് കഴിക്കാൻ കൊള്ളാത്ത സാധനമായിപ്പോയി. ഇന്നലെ സാവുമാൻ്റെ അടുത്ത് ലൈവിലിരുന്നിട്ട് നമ്മുടെ ആദില പറയുന്നുണ്ടായിരുന്നു, കറി നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്തോ പോലെ. നീ അവനോട് പറയണ്ട കേട്ടോ, അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. നീ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് വിഷമമാകൊണ്ട് അവനോട് പറയണ്ട. അപ്പം അത് ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയായിരിക്കും, എൻ്റെ ഈശ്വര എന്തെല്ലാം പരീക്ഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പുതിയതായിട്ട് ഇൻചാർജ് ചെയ്തേക്കുന്ന ക്യാപ്റ്റനല്ലേ, അപ്പം പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഒക്കെ ചെയ്ത് നോക്കിയാണ്, ഒരു വെറൈറ്റി പിടിച്ചിരിക്കുകയാണ് നെവിൻ കപ്രീഷ്യസ് ആംബ്രോസ്.